ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായ ഒരു വോളറ്റിലിറ്റി മാർക്കറ്റിൽ പ്രകടമായിരുന്നു. എന്നാൽ ഫൈനലായിട്ട് നിഫ്റ്റിക്ക് ആ 25,700 മുകളിൽ ആ ഒരു സോണിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. ഇന്ന് നിഫ്റ്റി സ്മോൾ ക്യാപ് ഇൻഡെക്സും മൈക്രോ ക്യാപ് ഇൻഡെക്സും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തത് കാരണം മൊത്തത്തിൽ ബ്രോഡ് മാർക്കറ്റിൽ ഒരു 1:1 എന്ന രീതിയിലുള്ള ഒരു അഡ്വാൻസ് ഡിക്ലൈൻ ആണ് നമുക്ക് കാണാൻ കഴിയുക. അതായത് ഒരു സ്റ്റോക്ക് താഴോട്ട് വന്നാൽ ഒരു സ്റ്റോക്ക് മുകളിലോട്ട് വരുന്നു. ആ രീതിയിലുള്ള ഒരു പ്രകടനമാണ് ബ്രോഡ് മാർക്കറ്റിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ വിപണി വലിയ തോതിൽ ഒരു റിക്കവറി നടത്തിയിരുന്നു. അപ്പോൾ അവിടെ അത്തരത്തിലുള്ള റിക്കവറിക്ക് കാരണമായത് പുതുതായിട്ട് നിയമിക്കപ്പെട്ട US അംബാസഡർ ആയിട്ടുള്ള സെർജിയോ ഗോറിൻ്റെ ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളായിരുന്നു. അത് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഉയർത്തുകയും മൊത്തത്തിൽ മാർക്കറ്റിൽ ഒരു മുന്നേറ്റം ഉണ്ടാവുകയും ചെയ്തു. സെർജിയോ ഗോറിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രസ്താവന ഉണ്ടായിരുന്നു. അതായത് നെക്സ്റ്റ് ഡേ തന്നെ, അതായത് 13-ാം തീയതി തന്നെ ട്രേഡ് ടോക്ക് പുനരാരംഭിക്കും എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന. എന്നാൽ യഥാർത്ഥത്തിൽ ആക്ച്വലി ഇന്ന് നമ്മൾ കാണുന്നത് അത്തരത്തിലുള്ള യാതൊരു മീഡിയ റിപ്പോർട്ടുകളും എവിടെയും കാണാനില്ല. അതുപോലെ ബിസിനസ് ടുഡേ പോലെയുള്ള മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അത്തരത്തിലുള്ള യാതൊരു ഇന്ത്യ US ട്രേഡ് ടോക്കുമായി ബന്ധപ്പെട്ട യാതൊരു പ്ലാനും ഈ ആഴ്ച ഷെഡ്യൂൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ നേരെ മറിച്ച് നമ്മൾ ഗ്ലോബൽ സിനാരിയോയിൽ കാണുന്നത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം വീണ്ടും തൻ്റെ ഈ ഒരു താരിഫ് വെപ്പണുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. പുതുതായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇറാനുമായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള ബിസിനസ് ഡീൽ നടത്തുന്നവർക്ക് എതിരെ 25% താരിഫ് ഏർപ്പെടുത്തുമെന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ ഇറാനുമായിട്ട് ട്രേഡ് ആക്ടിവിറ്റീസ് ഉള്ള ഒരു രാജ്യമാണ്. എങ്കിൽ പോലും അത് വലിയ തോതിൽ ഡൈല്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം 2019 ശേഷം ഇന്ത്യ ഇന്റർനാഷണൽ സാങ്ഷൻസ് കാരണം ഇറാനുമായുള്ള ട്രേഡ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു താരിഫ് വലിയ തോതിൽ ഇന്ത്യയെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. എങ്കിലും ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു താരിഫ് യുദ്ധം അത് അവസാനിപ്പിച്ചിട്ടില്ലെന്നും അത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നുമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുകൂടാതെ ട്രംപ് മറ്റ് രാജ്യങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നത് കൂടാതെ സ്വന്തം രാജ്യത്തുള്ള ജെറോം പവലിനെതിരെയും ശക്തമായ നീക്കം ആരംഭിച്ചതായിട്ട് കാണാം. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ ചാർജുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ട്രംപിനെതിരെ ആരൊക്കെ നിൽക്കുന്നോ അവരെയൊക്കെ പൂർണ്ണമായിട്ടും നിഷ്കാസനം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫാസിസ്റ്റ് സമീപനമാണ് ഇപ്പോൾ ട്രംപ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയർ അത് മൊത്തത്തിൽ നമ്മുടെ മാർക്കറ്റിനെ തികച്ചും അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ഇതുകൂടാതെ നിലവിൽ നമ്മൾ കാണുന്നത് ക്രൂഡ് ഓയിൽ പ്രൈസിലുണ്ടായിട്ടുള്ള വർധനവാണ്. കാരണം US ഇറാൻ കോൺഫ്ലിക്റ്റ് കാരണം ക്രൂഡ് ഓയിൽ പ്രൈസിൽ വലിയ ജമ്പ് ഉണ്ടായതായിട്ട് കാണാം. കാരണം ഇറാന് ഒപെക് രാജ്യങ്ങളിൽ ഏറ്റവും അധികം ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ നിലവിൽ ഇറാന് ആൻറ്റി ഗവൺമെൻറ് ഡെമോൺസ്ട്രേഷൻസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രതിഷേധത്തിനെതിരെ ഇറാൻ കൂടുതൽ ശക്തമായി നീങ്ങുകയാണെങ്കിൽ US മിലിറ്ററി ആക്ഷൻ അവിടെ ഉണ്ടാകുമെന്ന ത്രെട്ടും ട്രംപ് ഉയർത്തുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കാരണം ക്രൂഡ് ഓയിൽ പ്രൈസ് ഉയർന്നിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് 65 എന്ന ലെവലിലൊക്കെ അത് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. സ്വാഭാവിക ക്രൂഡ് ഓയിൽ പ്രൈസ് ഇൻക്രീസ് ആകുമ്പോൾ അത് നമ്മുടെ എക്കണോമിയെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ട്രേഡ് ബാലൻസും അതേപോലെ തന്നെ എക്കണോമിയുടെ ഹെൽത്തിനെയും അത് സാരമായി ബാധിക്കും. നമ്മുടെ ഇൻഫ്ലേഷനെയും ബാധിക്കും. അതൊക്കെ ഒരു കൺസേൺ ആയിട്ട് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ നിൽക്കുകയാണ്. ഇതുകൂടാതെ നമുക്കൊരു Q3 ഏർണിങ്സിൻ്റെ റിപ്പോർട്ട് സീസൺ ആരംഭിച്ചിരിക്കുകയാണ്. TCSഉം HCL ടെക് പോലെയുള്ള ബിഗ് ജയൻറ്റ് കമ്പനികൾ ഓൾറെഡി അവരുടെ റിസൾട്ട് പുറത്തുവിട്ടിരുന്നു. അത് സ്ട്രീറ്റ് എക്സ്പെക്റ്റേഷനെ മീറ്റ് ചെയ്യാത്ത രീതിയിലുള്ള റിസൾട്ടുകളാണ്. പ്രത്യേകിച്ച് പ്രോഫിറ്റ് സൈഡിൽ 2 കമ്പനികളും നെഗറ്റീവാണ്. അപ്പോൾ ഇനി ഫോക്കസ് ചെയ്യപ്പെടുന്നത് ഇൻഫോസിസും റിലയൻസുമാണ്. അതിൻ്റെ റിസൾട്ടും ഈ ആഴ്ച വരാൻ പോവുകയാണ്. എങ്കിലും പൊതുവെ ഒരു ഹെൽത്തി ആയിട്ടുള്ള Q3 പെർഫോമൻസ് ആയിരിക്കും കമ്പനികളുടെ ഭാഗത്ത് നിന്ന് വരിക എന്നാണ് എക്സ്പേർട്ടുകളൊക്കെ പ്രതീക്ഷിക്കുന്നതെങ്കിലും അതിന് വിപരീതമായിട്ടാണ് ആക്ച്വൽ ഫിഗേഴ്സ് വരുന്നതെങ്കിലും അത് നമ്മുടെ മാർക്കറ്റിൽ നിലവിൽ തുടരുന്ന ഈ ഒരു അണ്ടർ പെർഫോമൻസ് തുടരാൻ ഒരു കാരണമാകും. അതുകൊണ്ട് തന്നെ നല്ല Q3 ഏർണിങ്സ് വരേണ്ടത് മാർക്കറ്റിൻ്റെ ഒരു മുന്നേറ്റത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇതുകൂടാതെ നിലവിലെ ബഡ്ജറ്റ് ഫെബ്രുവരി വരാൻ പോവുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കോഷ്യസ് സ്റ്റാൻഡ് ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് എടുക്കുന്നതായിട്ട് കാണാം. ഇപ്പോൾ ഗവൺമെൻറ് ഒരു പ്രോ ഗ്രോത്ത് പോളിസി ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മാർക്കറ്റിന് ഗുണം ചെയ്യുമെങ്കിലും എന്നാൽ അവിടെ ഗ്രോത്ത് സ്പെൻഡിങ് കുറക്കുമെന്നുള്ള സ്പെക്കുലേഷനും മാർക്കറ്റിൽ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലായിരിക്കും ബഡ്ജറ്റിൻ്റെ ഒരു ഔട്ട്കം വരിക എന്നുള്ളത് തീർച്ചയായിട്ടും അൺസർട്ടൺ ആയിട്ട് നിൽക്കുകയാണ്. അതും മാർക്കറ്റിൽ ഒരു
ഒരു ഫാക്ടറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ മറ്റൊരു പ്രതീക്ഷയുള്ളത് FIIsന്റെ ഈ ശക്തമായ സെല്ലിംഗ് കാരണം ഇന്ത്യൻ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വലിയ തോതിൽ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ തിരിച്ചു പിടിക്കാനുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ ബഡ്ജറ്റിൽ ഉണ്ടാകുമോ എന്നെല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ക്യാപിറ്റൽ ഗെയിൻ ടാക്സുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും റിലാക്സേഷൻ ഉണ്ടാകുമോ എന്നെല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഇന്ത്യയുടെ CPI ഇൻഫ്ലേഷൻ ഡാറ്റ നോക്കുകയാണെങ്കിൽ നവംബർ മാസം രേഖപ്പെടുത്തിയ ആ ലോവസ്റ്റ് ഇൻഫ്ലേഷൻ റേറ്റ് ആയ 0.7% നിന്നും അതിപ്പോൾ ഡിസംബറിൽ 1.33% ആയിട്ട് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ 3 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. എന്നാൽ RBIയുടെ ആ ഒരു ടോളറൻസ് ത്രഷോൾഡ് ആയിട്ടുള്ള 2% താഴെയാണ് CPI ഇൻഫ്ലേഷൻ എന്നുള്ളത് ഇപ്പോഴും ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഇൻഫ്ലേഷനാണ് എന്ന് മനസ്സിലാക്കാം. കഴിഞ്ഞ തുടർച്ചയായ 4 മാസങ്ങളിൽ 2% താഴെയാണ് നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റ്. ഇപ്പോൾ 2025 മൊത്തത്തിൽ ആ വർഷത്തെ ഇൻഫ്ലേഷൻ്റെ ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ 2.2% ആണ് നമ്മുടെ ഇൻഫ്ലേഷൻ. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ലോ ഇൻഫ്ലേഷൻ വരാനുള്ള കാരണം ഫുഡ് പ്രൈസിലുണ്ടായിട്ടുള്ള ഡീഫ്ലേഷനാണ്. കാരണം ഈ CPI ഇൻഡെക്സിൽ 50% വെയിറ്റ് ഉള്ളത് ഫുഡ് പ്രൈസിനാണ്. അപ്പോൾ ഈ ഫുഡ് ഡീഫ്ലേഷൻ -2.71% ഡിസംബർ രേഖപ്പെടുത്തിയുള്ളത്. അതിന് മുമ്പത്തെ മാസം അത് -3.9% ആയിരുന്നു. അപ്പോൾ ഈ ഫുഡ് ഇൻഫ്ലേഷൻ ഈ ഒരു ലെവലിൽ നിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ ഇൻഫ്ലേഷൻ അതിൻ്റെ പരിധിയിൽ നിൽക്കും. എന്നാൽ കോർ ഇൻഫ്ലേഷൻ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഫുഡും പെട്രോൾ ഡീസൽ പ്രൈസും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഇൻഫ്ലേഷൻ നോക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ 28 മാസത്തെ ഹൈയിലേക്ക് ഉയർന്നിട്ടുണ്ട്. 4.8% ആണ് ഡിസംബർ മാസത്തെ കോർ ഇൻഫ്ലേഷൻ. അത് 2025 നവംബറിൽ 4.4% ആണ്. അപ്പോൾ ഈ കോർ ഇൻഫ്ലേഷൻ ഈ രീതിയിൽ ഉയരാനുള്ള ഒരു കാരണം പ്രീഷ്യസ് മെറ്റൽസിൽ ഉണ്ടായ ഡിമാൻഡാണ്. പ്രത്യേകിച്ച് ഗോൾഡും സിൽവറിലും ഉണ്ടായിട്ടുള്ള ആ ഒരു ഡിമാൻഡ് കോർ ഇൻഫ്ലേഷനെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 2025 ഡിസംബറിൽ പുറത്തു വന്ന മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മിനിറ്റ്സിൽ ഫെബ്രുവരി മാസം ഒരു റേറ്റ് കട്ടിൻ്റെ സാധ്യത പറഞ്ഞിരുന്നു. എന്നാൽ എക്കണോമിസ്റ്റുകൾ ആ ഒരു റേറ്റ് കട്ടിനെ അനുകൂലിക്കുന്നില്ല. കാരണം ഈ ഇൻഫ്ലേഷൻ വരും ക്വാർട്ടറിൽ കൂടുതലാകുമെന്നും അത് ഏകദേശം 2.6% വരെ ഉയരുമെന്നുമാണ് പൊതുവെ പ്രവചിക്കപ്പെടുന്നത്. അപ്പോൾ Q4 ഇൻഫ്ലേഷൻ പ്രതീക്ഷിക്കുന്നത് 2.6% ആണ്. ഇന്ന് നമ്മൾ TCSന് ശേഷം റിസൾട്ട് വന്നിട്ടുള്ള HCL ടെക്കിൻ്റെ റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ അപ്പോൾ അവരുടെ നെറ്റ് പ്രോഫിറ്റ് 4076 കോടിയായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇത് കഴിഞ്ഞ വർഷം ഡിസംബർ ക്വാർട്ടറിലുണ്ടായ 4591 താഴെയാണ്. ഏകദേശം 11% ഡൗൺ ആയിട്ടാണ് നെറ്റ് പ്രോഫിറ്റ് നമ്മൾ കാണുന്നത്. എന്നാൽ ഓപ്പറേഷൻ റവന്യൂ വർദ്ധിച്ചിട്ടുണ്ട്. ഏകദേശം 13% വർധന ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ HCL ടെക്ക് നൽകുന്ന ഗൈഡൻസ് പ്രകാരം നമ്മൾ കാണാൻ കഴിയുന്നത് അവരുടെ റവന്യൂ ഗ്രോത്ത് 4% മുതൽ 4.5% ഇയർ ഓൺ ഇയർ കോൺസ്റ്റന്റ് കറൻസിയിൽ വർദ്ധിക്കുമെന്നാണ്. അതുപോലെ സർവീസ് സെഗ്മെന്റിലുള്ള അവരുടെ ഗ്രോത്ത് 4.75 നിന്ന് 5.25 ആയിട്ടും ഇയർ ഓൺ ഇയർ വർദ്ധിക്കുമെന്നും അവരുടെ ഗൈഡൻസ് നിലനിർത്തിയിട്ടുണ്ട്. എന്നാൽ നിലവിൽ ഈ ലേബർ കോഡുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എക്സ്ട്രാ കോസ്റ്റാണ് ഈ വർഷം പ്രോഫിറ്റ് ഡൗൺ ആകാൻ കാരണമെന്നാണ് TCS പോലെ ഇവരും പറയുന്നത്. അതുപോലെ HCL ടെക്ക് ഒരു 12 രൂപയുടെ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചതായിട്ടും കാണാം. ഇവരുടെ ടോട്ടൽ കോൺട്രാക്ട് വാല്യൂ അത് 3.01 ബില്യൺ ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 17% ജമ്പും ഇയർ ഓൺ ഇയറിൽ 43% ജമ്പുമാണ്. അപ്പോൾ ശക്തമായ ഓർഡർ ബുക്ക് ഉണ്ടെങ്കിലും ഇവിടെ പ്രോഫിറ്റിലാണ് പ്രശ്നങ്ങളുള്ളത്. അതുപോലെ ഇവർ പുതുതായിട്ട് എൻ്റർ ചെയ്തിട്ടുള്ള AI ബിസിനസ്സുകളിൽ അവിടെ അവർക്ക് $146 മില്യൺ വരുമാനം ഉണ്ടായിട്ടുണ്ട്. അത് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 19% ഒരു വർധനമാണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ HCL ടെക്കിൻ്റെ റിസൾട്ട് TCSനേക്കാൾ മെച്ചപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എങ്കിലും അനലിസ്റ്റ് എക്സ്പെക്റ്റേഷനെ മീറ്റ് ചെയ്യാൻ ഈ റിസൾട്ടിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നമ്മൾ ഇന്ന് കഴിഞ്ഞ ഫ്രൈഡേ തകർന്നടിഞ്ഞ മണപ്പുറം ഫിനാൻസിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ലാസ്റ്റ് ഫ്രൈഡേ അത് 10% താഴത്തേക്ക് പോയിരുന്നു. പ്രത്യേകിച്ച് ആ കമ്പനിയിൽ ബെയിൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതിന് RBI അപ്രൂവൽ ലഭിക്കുകയില്ല എന്ന റൂമർ വരുന്നതാണ് ആ സ്റ്റോക്കിൽ ഡൗൺ ആകാൻ കാരണം. എന്നാൽ അതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ക്ലാരിഫിക്കേഷൻ കമ്പനി നൽകിയതായിട്ട് കാണാം. അവർ മീഡിയ റിപ്പോർട്ടുകളെ തള്ളിക്കളഞ്ഞിരുന്നു. ആ മീഡിയ റിപ്പോർട്ടുകൾ ഇൻകറക്റ്റ് ആണെന്നും അത് സ്പെക്കുലേറ്റീവ് ആണെന്നുമാണ് മണപ്പുറം ഫിനാൻസ് മാനേജ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ഫയൽ ചെയ്ത റിപ്പോർട്ടിൽ നിന്ന് പറയുന്നത്. അപ്പോൾ അത് മാർക്കറ്റ് ഒരു പോസിറ്റീവായിട്ട് എടുക്കുകയും ഇന്ന് നമുക്ക് ആ സ്റ്റോക്കിൽ ഒരു 4.35% ഒരു മൂവ് നടന്നുകൊണ്ട് ഇപ്പോൾ 300 മുകളിലേക്ക് മണപ്പുറത്തിൻ്റെ ആ ഒരു ഷെയർ പ്രൈസ് ഉയർന്നതായിട്ട് കാണാം. അപ്പോൾ ഈ ബെയിൻ ക്യാപിറ്റൽ 18% ഷെയറാണ് മണപ്പുറം ഫിനാൻസിൽ അവർ അക്വയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കൂടാതെ മറ്റൊരു ഡീലിലൂടെ 26% ഒരു ഷെയറും കൂടി ഇവർ അക്വയർ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ ബെയിൻ ക്യാപിറ്റൽ ഏഷ്യ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 2 എൻറ്റിറ്റിയിലാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നത്. ഈ 2 എൻറ്റിറ്റിയിലൂടെ
മണപ്പുറം മാനേജ്മെൻറ്റ് ഡിസിഷൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഇവർക്ക് സാധിക്കും. അപ്പോൾ ഇവിടെ മണപ്പുറം നൽകിയിട്ടുള്ള വിശദീകരണം ഇപ്പോൾ പുതിയ ബെയിൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊപ്പോസ്ഡ് ട്രാൻസാക്ഷൻ അതിൻ്റെ എല്ലാ നെസസറി ഫയലിങ്സും RBIയിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നും അപ്രൂവൽ പെൻഡിങ് ആണെന്നുമാണ് മണപ്പുറം അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മണപ്പുറം സ്റ്റോക്കിലുള്ള ആ ഒരു ക്രാഷിൽ ഒരു തിരിച്ചുവരവ് വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി നമ്മൾ ചില റിസർച്ച് ഹൗസുകൾ അവരെ കണ്ടെത്തിയിട്ടുള്ള ചില വില കുറഞ്ഞ സ്റ്റോക്കുകൾ, അതായത് 60 രൂപയും 350 രൂപ ആ ഇടയ്ക്കുള്ള ചില സ്റ്റോക്കുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ 10 അത്തരം ഓഹരികൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഒരു ഷോർട്ട് ടേം പെർസ്പെക്റ്റീവിൽ വന്നിട്ടുള്ള ഒരു സജഷൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫണ്ടമെൻ്റൽസിന് വലിയ പ്രാധാന്യമില്ല. കാരണം ഇവിടെ പ്യുവർലി ടെക്നിക്കലായിട്ടുള്ള ഒരു ട്രേഡ് ടൈപ്പിലുള്ള ഒരു സജഷൻസ് ആണ്. ഇപ്പോൾ ഇവിടെ ഒന്ന് ടാറ്റ ക്യാപിറ്റലാണ്. അതിൻ്റെ ബൈങ് പ്രൈസ് ഇപ്പോൾ 355 എന്ന ലെവലാണ്. ഇതിൻ്റെ ടാർഗറ്റ് 375ഉം സ്റ്റോപ്പ് ലോസ് 345ഉം. ഇപ്പോൾ അത് ട്രേഡ് ചെയ്യുന്നത് 351 എന്ന പ്രൈസിലാണ്. പ്രഭുദാസ് ലീലാധർ റിസർച്ചാണ് ഈ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്യുന്നത്. മറ്റൊന്ന് IGL ആണ്, ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ്. ഇതിൻ്റെ ബൈങ് പ്രൈസ് സജസ്റ്റ് ചെയ്യുന്നത് 186 രൂപയാണ്. ടാർഗറ്റ് പ്രൈസ് 192 രൂപയും സ്റ്റോപ്പ് ലോസ് 152 രൂപയുമാണ്. ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് 181 ആണ്. പ്രഭുദാസ് ലീലാധർ തന്നെയാണ് ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തത്. മറ്റൊന്ന് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. ഇതിൻ്റെ ഒരു ബെസ്റ്റ് ബൈ പ്രൈസ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത് 144 രൂപയാണ്. ടാർഗറ്റ് പ്രൈസ് 154ഉം സ്റ്റോപ്പ് ലോസ് 138ഉം. ആനന്ദ് രഥിയാണ് ഈ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ അതിൻ്റെ പ്രൈസ് 147ആണ്. അതുപോലെ ഗുജറാത്ത് പിപ്പവാവ് പോർട്ട്, അതിൻ്റെ ഒരു ബെസ്റ്റ് ബൈ പ്രൈസ് 186 രൂപയും ടാർഗറ്റ് പ്രൈസ് 194ഉം സ്റ്റോപ്പ് ലോസ് 182ആണ്. ആനന്ദ് രഥി തന്നെയാണ് ഈ ഒരു സ്റ്റോക്കും സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് 184 എന്ന ലെവലാണ്. മറ്റൊരു സ്റ്റോക്ക് SJVN ആണ്. ഇതിൻ്റെ ബൈ പ്രൈസ് ഏകദേശം 78-76 രൂപ ലെവലിലാണ് ഉദ്ദേശിക്കുന്നത്. ടാർഗറ്റ് പ്രൈസ് 85ഉം സ്റ്റോപ്പ് ലോസ് 72ആണ്. ആനന്ദ് രഥി തന്നെയാണ് ഈ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഇതിൻ്റെ പ്രൈസ് 79 എന്ന ലെവലിലാണ്. അതുപോലെ NMDC ആണ് അടുത്തൊരു സ്റ്റോക്ക്. 80 അതുപോലെ 78 ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ ഒരു ബെസ്റ്റ് ബൈ പറയുന്നത്. ടാർഗറ്റ് പ്രൈസ് 88 രൂപയാണ്. സ്റ്റോപ്പ് ലോസ് 74ഉം. ഇതും ആനന്ദ് രഥിയാണ് സജസ്റ്റ് ചെയ്യുന്നത്. കറണ്ട് പ്രൈസ് ഇപ്പോൾ 82 ലെവലിൽ വന്നിട്ടുണ്ട്. മറ്റൊരു സ്റ്റോക്ക് അശോക് ലൈലൻഡ് ആണ്. ഇതിൻ്റെ ബൈങ് പ്രൈസ് 188 എന്ന ലെവലിലാണ്. ടാർഗറ്റ് പ്രൈസ് 202 ആണ്. സ്റ്റോപ്പ് ലോസ് 181ഉം. ചോയ്സ് ബ്രോക്കിംഗ് ആണ് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. 185 ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ്. മറ്റൊന്ന് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ്. ഇതിൻ്റെ ബൈങ് പ്രൈസ് ഉദ്ദേശിക്കുന്നത് 59 എന്ന ലെവലിലാണ്. നിലവിലെ പ്രൈസ് 57 ആണ്. ടാർഗറ്റ് പ്രൈസ് 63ഉം സ്റ്റോപ്പ് ലോസ് 57 എന്ന ലെവലുമാണ്. ചോയ്സ് ബ്രോക്കിംഗ് ആണ് ഈ സ്റ്റോക്കും റെക്കമെൻഡ് ചെയ്യുന്നത്. മറ്റൊരു സ്റ്റോക്ക് NHPC ആണ്. ഇതിൻ്റെ ബൈങ് പ്രൈസ് 82 എന്ന ലെവലിലാണ്. ടാർഗറ്റ് പ്രൈസ് 88 രൂപയാണ്. സ്റ്റോപ്പ് ലോസ് 79ഉം. ഇതും ചോയ്സ് ബ്രോക്കിംഗ് ആണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 81 എന്ന ലെവലാണ്. അവസാനമായിട്ട് സി എൻ്റർടൈൻമെൻ്റ് ആണ്. ബൈങ് പ്രൈസ് 91 രൂപയും ടാർഗറ്റ് പ്രൈസ് 97ഉം ആണ്. സ്റ്റോപ്പ് ലോസ് 87 എന്ന ലെവലിലും. ചോയ്സ് ബ്രോക്കിംഗ് ആണ് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് 89 എന്ന ലെവലാണ്. അപ്പോൾ ഈ സ്റ്റോക്കുകളെ കുറിച്ച് നിങ്ങൾ കൂടുതലായി പഠനത്തെ ടെക്നിക്കൽ അനാലിസിസ് നടത്തിക്കൊണ്ട് ഈ ട്രേഡ് സെറ്റപ്പിൽ ഓക്കെ ആണെങ്കിൽ മാത്രം ഈ സ്റ്റോക്കുകൾ പരിഗണിക്കുക. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളായിരിക്കും. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.